ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആ റെഫറൻസിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു കോളറിൻ്റെ വർക്കിംഗ് പാറ്റേണാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ട്രേസിങ് പേപ്പർ വച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം നമ്മൾ ടൈലറിങ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പം ഓൾറെഡി നമ്മൾ കോളറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു സൈസിനനുസരിച്ചിട്ട് ഡിസൈൻ വരക്കുന്ന പേപ്പറിലും നമ്മളത് വരച്ചെടുത്തിട്ട് അതിലുള്ള ആ കുറച്ച് ഡിസൈൻസ് മാത്രം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നമ്മളത് പകർത്തിയതിന് ശേഷം നമ്മൾ ചെറിയ നീഡിൽ വച്ചിട്ട് ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഹാൻഡ് വർക്കേഴ്സ് ഹിന്ദി ഹാൻഡ് വർക്കേഴ്സ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. നമ്മൾ ഈ ഡിസൈൻ ആ പേപ്പറിൽ വരച്ചതിന് ശേഷം അതിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈസി ആയിട്ട് നമ്മൾ നോർമലി ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണയും പിന്നെ ട്രേസിങ് പൗഡർ കിട്ടും. നമ്മുടെ ഷോപ്പുകളിൽ, മിക്കവാറും ഷോപ്പുകളിൽ, മീൻസ് ഈ ടൈലറിങ് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും. അത് വച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ മെത്തേഡും വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഹോൾസ് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും ചെയ്യാം. ഇതിപ്പോൾ കോളറായ കാരണം രണ്ട് പോർഷനും ഒരുപോലെ വരണമല്ലോ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് കോളർ ഡിസൈൻ നമ്മൾ റഫായിട്ട് വരച്ചിട്ട് ആ ഒരു ഡിസൈൻ ഫ്രീ ഹാൻഡായിട്ട് വരക്കാം. അപ്പം ഞാനിതൊന്ന് ചെയ്തെടുക്കുന്ന കുറച്ച് മെത്തേഡും കുറച്ച് വീഡിയോസും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഹോൾസ് ഫുള്ള് ഇടുന്നത്. നല്ല രീതിക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാമെങ്കിൽ മാത്രമാണ് നമുക്കത് കോളറിലേക്ക് ആ ഡിസൈൻ പകർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഡിസൈനിൽ 4 ഫ്ലവേഴ്സാണ് വരുന്നത്. അത് നമ്മൾ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞി കുഞ്ഞി ത്രെഡിൻ്റെ വർക്ക്സും ബീഡ്സിൻ്റെയും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേസിങ് പൗഡർ. ഇത് നമുക്ക് ടൈലറിങ് ഷോപ്പുകളിൽ, ഞാനിത് ബ്രോഡ്വേ എറണാകുളത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ കമ്പനി കാണിക്കുന്നുണ്ട്. ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ട്രേസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വേണ്ടത് മണ്ണെണ്ണയാണ്. നോർമലി മിക്കയിടത്തും മണ്ണെണ്ണ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മൾ വർക്ക് നടക്കുന്ന കാരണം കുറച്ച് മണ്ണെണ്ണ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അതൊരു ടിൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാതെ നമ്മൾ മാറ്റി വച്ചേക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമ്മളത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള പൗഡർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മണ്ണെണ്ണയാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചേക്കുന്ന മണ്ണെണ്ണയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മതിയാവും ഇതിന് വേണ്ടിയിട്ട്. നമ്മളപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ എനിക്കൊരു ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റിയില്ല, അത് മിസ്സായിപ്പോയി. വേറെ ഒന്നുമല്ല, ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് അതിൽ ഒഴിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണെണ്ണ അതിൽ ഒഴിച്ചിട്ട് നമ്മളത് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമ്മളത് നമ്മുടെ ട്രേസിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ഡിസൈനും പിന്നെ കോട്ടൻ്റെ തുണി, അതുപോലെ തന്നെ ഈ മിക്സാക്കിയ ആ ഒരു ഇത് ട്രേസിങ് പേപ്പറിൻ്റെയും മണ്ണെണ്ണയുടെയും മിക്സ് നമ്മൾ കോട്ടൻ്റെ ഇതിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. അത് മിക്സായിട്ട് നമ്മളത് എടുത്ത ശേഷം നമ്മൾ ആ ഡിസൈൻ നമ്മൾ വച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ പീറ്റർ പാൻ കോളർ ആയ കാരണം ചെറിയ രീതിക്ക് ഒരു ക്രോസ് വരാൻ പാകത്തിനാണ് നമ്മൾ ആ ഡിസൈൻ വച്ചു കൊടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ ഒരു
മിക്സ് ചെയ്തേക്കുന്ന ആ കോട്ടൻ്റെ തുണി അതിലിപ്പോൾ ഓൾറെഡി മിക്സ് ആയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡിസൈനിൽ ഹോൾ ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ എൻ്റെ സംസാരത്തിൽ കുറച്ച് വ്യത്യാസം ആദ്യത്തെക്കാളും ഉണ്ടാവും. ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഫുള്ളായിട്ട് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വായിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഈ ചെറിയ സർജറി കഴിഞ്ഞായിരുന്നു. അതിൻ്റെ പ്രശ്നം കാരണമാണ് എനിക്ക് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. ആ ഒരു ഡിസൈൻ നമ്മൾ മണ്ണെണ്ണ കുറച്ച് സ്പ്രെഡായി, പക്ഷെ കുഴപ്പമില്ല. അത് ഉണങ്ങി കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇതിപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം ഇതെങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡിസൈൻ ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. ഇങ്ങനെയാണ് ഏറെക്കുറെ എല്ലാവരും ഡിസൈൻ വരച്ചെടുക്കുന്നത്. ഞാനപ്പോൾ ആ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ എഡ്ജുകളൊക്കെ തന്നെ ഞാൻ ആ ഒരു നമ്മുടെ പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ആ ഡിസൈനിൻ്റെ മുകളിൽ പെൻസിൽ വെച്ചിട്ട് ഡിസൈൻ വരച്ചു കൊടുത്തേക്കുവാണ്. ആ ഒരു 4 ഫ്ലവറാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ പല ടൈപ്പ് ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബീഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഞാനപ്പോൾ ആരി വർക്കാണ് ചെയ്യുന്നത്. കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ലീഫിൻ്റെ ഡിസൈൻസൊക്കെ നമ്മളതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു 4 ഫ്ലവേഴ്സാണ് അതിൽ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡിസൈൻ പകർത്തിയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പെറ്റലും കൂടിയാണ് നമുക്കതിൽ ചെയ്തെടുക്കാനുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നിട്ട്. ഇങ്ങനെ ബാക്കി 3 ഫ്ലവറും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളത് ചെയ്തെടുത്തേക്കുന്നത്. ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഫിൻ്റെ ഡിസൈൻ നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. റിംഗ് നോട്ട് ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ റിംഗ് നോട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പോർഷനും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇതിലൊരു ബ്ലൂ കളർ വെച്ച് ചെയ്തായിരുന്നു, പക്ഷെ എനിക്കത് ഒട്ടും സ്യൂട്ടായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്തത്. ഈ ഒരു കോമ്പിനേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം മുന്നൊരു ബ്ലൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അത്ര സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു ഒരു പെർഫെക്റ്റ് മാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമ്മൾ ഓൾറെഡി സെൻറ്ററിൽ ജോയിൻ്റ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി കുറച്ച് ടിഷ്യൂ ടൈപ്പ് തുണിയായ കാരണം കുറച്ച് അയഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് അരി വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം ഫ്രെയിമിൽ നല്ല ടൈറ്റിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിംഗ് നോട്ട് ചെയ്യുന്ന ചെറിയൊരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാറ്റിൻ സിൽക്ക് ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.
നമ്മളിപ്പോൾ ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നത് നമ്മുടെ നോർമൽ ആങ്കർ ത്രെഡാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ റിംഗ് നോട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു പിങ്കും ഒരു ലൈറ്റ് ക്രീം കളറും വെച്ചിട്ടാണ് നമ്മൾ റിംഗ് നോട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ രണ്ട് അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് രണ്ട് ചുറ്റുക, എന്നിട്ട് എവിടെയാണോ നമ്മുടെ നോട്ട് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് കുത്തിയിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്ര വലുപ്പത്തിൽ വേണോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റിലേക്ക് കുത്തി ഇറക്കുക. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു റിംഗ് നോട്ട് കിട്ടുക. 1-2 വട്ടം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പക്ഷെ ആദ്യം തന്നെ നമ്മൾ സിൽക്ക് ത്രെഡിൽ ചെയ്തെടുത്താൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം സിൽക്ക് ത്രെഡ് ഒന്നാമത് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ കുറേ ഇഴകൾ ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ കെട്ട് പിണയാനും അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യം ആങ്കറിൻ്റെ ത്രെഡ് അല്ലെങ്കിൽ അതിൻ്റെ കുറഞ്ഞ ത്രെഡുകൾ കിട്ടും, നോർമൽ ത്രെഡുകൾ. എംബ്രോയ്ഡറിക്കൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ് നമ്മുടെ ടൈലറിങ് ഷോപ്പുകളിൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ മൊത്തം 5 പെറ്റലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലൊരു ബീഡാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ റിംഗ് നോട്ട് ചെയ്യുന്നത്. ഇത് പല സൈസിൽ നമുക്ക് ചെയ്യാം. ഞാൻ അതിൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ളത് 2 സെറ്റായിട്ടാണ്. മീൻസ് പിങ്ക് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ്. ഇങ്ങനെ നമ്മളിത് കോളർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ഫോട്ടോയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതിപ്പോൾ സെൻറ്ററിൽ എനിക്ക് തുണി കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിൽ ഒരു ജോയിൻ്റ് ഇട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ബോട്ടം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തെടുക്കാനുണ്ടായി. ആ റെഫറൻസ് ഫോട്ടോയിൽ സെയിം പാറ്റേണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. കസ്റ്റമർ ഇട്ടിട്ട് അവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു റെഫറൻസിലെ ഫോട്ടോയിലെ പോലെ തന്നെ നമുക്ക് ഏകദേശം ചെയ്തെടുക്കാൻ പറ്റിയെന്നാണ് കരുതുന്നത്. അപ്പോൾ കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫോട്ടോയും കൂടി നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നമുക്ക് വേണം. പിന്നെന്താ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.